ശബരിമല തിരക്കിൽ ക്രിസ്മസ് ദിനത്തിൽ ഹൈക്കോടതിയുടെ പ്രത്യേക സിറ്റിംഗ് നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. കോടതിയുടെ ഭാഗത്തുനിന്ന് ശബരിമലയിലേക്കുള്ള വാഹനങ്ങൾ വഴിയിൽ തടയുകയാണെങ്കിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ബിനിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, 10-15 മണിക്കൂറൊക്കെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കുറച്ചു മുൻപ് ആദിത്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പോലീസുകാർ വെള്ളവും മറ്റ് സാധനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പോരാ, കൂടുതൽ ഇടപെടൽ ആവശ്യമുണ്ട് എന്നുള്ളതാണോ കോടതിയുടെ നിരീക്ഷണം? മാധു, ക്രിസ്മസ് ദിനത്തിൽ അടിയന്തരമായി ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തി. കാര്യം ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാരുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നു. 41 അടുത്തു വരികയാണ്. മണ്ഡല തീർത്ഥാടന കാലത്തിന്റെ അവസാനം 27-നാണ്. അതുവരെ അഭൂതപൂർവമായ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതി അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നത്. 5 ഇടങ്ങളിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ തടയുന്നു എന്ന കാര്യം സർക്കാർ കോടതിയെ അറിയിച്ചു. പൊൻകുന്നം, ഏറ്റുമാനൂർ, വൈക്കം, കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങൾ തടയുന്നുണ്ട്. അത് ഈ ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന അയ്യപ്പന്മാരുടെ കണക്കനുസരിച്ച് കൂടുതൽ ആളുകളെ മുകളിലേക്ക് കയറ്റിവിടുന്നത് നിയന്ത്രിക്കാൻ നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തുന്നത്. പക്ഷേ കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വഴിയിൽ അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ തടയുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, അതായത് ഭക്ഷണത്തിനുള്ള സൗകര്യം ഉറപ്പാക്കണം, വെള്ളം ഉറപ്പാക്കണം. അതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പലതും കാനനപാതയിലൊക്കെ വാഹനങ്ങൾ തടഞ്ഞാൽ ആളുകൾ പെരുവഴിയിലായി പോകും. അത്തരത്തിലൊന്നും ഉണ്ടാവരുത്. അവിടെ പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതായത് കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് കോടതി ഉദ്ദേശിക്കുന്നത്. ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ലെങ്കിൽ പോലീസും ജില്ലാ ഭരണകൂടവും ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മാധു നേരത്തെ പറഞ്ഞതുപോലെ പോലീസുകാർ നേരിട്ട് വെള്ളം വിതരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഇക്കാര്യം കൃത്യമായി ഏകോപിപ്പിക്കണമെന്ന ഒരു ഉത്തരവ് കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് അടുത്ത 2 ദിവസം വെർച്വൽ ക്യൂ ബുക്കിംഗ് 90,000-ൽ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് ആയി ഒരു 10,000-ഓളം പേർ വരുന്നു. അതായത് 1,00,000 പേർ ഉറപ്പായും അടുത്ത 2 ദിവസം ശബരിമലയിലേക്ക് എത്തുമെന്ന കാര്യം ഏതാണ്ട് തീർച്ചയാണ്. വളരെ കുറച്ച് ക്യാൻസലേഷൻ മാത്രമേ വരുന്നുള്ളൂ. അതാണ് ഇനി അടുത്ത 2 ദിവസങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 20,000-ഓളം പേരാണ് ഒരു ബുക്കിങ്ങും ഇല്ലാതെ ഈ ദിവസങ്ങളിൽ എത്തുന്നത് എന്നതാണ് സർക്കാർ കോടതി അറിയിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡും അക്കാര്യം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബുക്കിങ്ങും ഇല്ലാതെ ആളുകൾ വരുന്നതാണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് കോടതി ഇപ്പോൾ അക്കാര്യത്തിലൊരു നിർദ്ദേശം ശബരിമല സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് നൽകിയിട്ടുണ്ട്. അതായത് ഒരു ബുക്കിങ്ങും ഇല്ലാതെ വരുന്നവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നത് ADGP അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ കാര്യത്തിൽ കർശനമായൊരു നിയന്ത്രണത്തിലേക്ക് പോവേണ്ടി വരും. കാരണം വെർച്വൽ ക്യൂ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിങ്ങുമായി തന്നെ ശബരിമലയിലെ തിരക്കിൽ ഇടപെടൽ വേണമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണം എന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി ബെഞ്ച് നൽകിയിരിക്കുന്നത്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.